മഹാഗുരു ശരണം. നമസ്കാരം. ഇന്ന് രണ്ടാമത്തെ വീഡിയോ ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കുറേ പേര് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചർച്ച ചെയ്ത് പരിഹാരം പറഞ്ഞ ആൾക്കാർ അവരുടെ പക്കപ്പിറന്നാൾ ദിവസം, ഇന്നിപ്പോൾ രോഹിണി നക്ഷത്രമാണ്, രോഹിണി നക്ഷത്ര ദിവസം ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയയ്ക്കുക വാട്സാപ്പിൽ. അത് ഞാൻ വേറൊരു നമ്പറിൽ നിന്നാണ് ആൾക്കാരെ കോൺടാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ എനർജി കണക്ഷൻ, അതിൻ്റെ അപ്പുറം ഒന്നുമില്ല. ഇത് നമ്മളൊരു മഹാഗുരുവിൻ്റെ എനർജിയിൽ കണക്റ്റഡാണ്. അത് ഓരോരുത്തർക്കും മനസ്സിലാകുന്നു. എന്നെ മനസ്സിലാക്കാനായിട്ടാണ് ഇതൊക്കെ നടക്കണമെന്നുള്ള ഉത്തമബോധ്യം എനിക്കുണ്ട് കേട്ടോ. അതിൽ നിങ്ങളെല്ലാം എനിക്ക് വേണ്ട എൻ്റെ വഴികാട്ടികളാണ്. അതാണ് ശരിക്കും സംഭവം. നിങ്ങൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഞാനെന്തോ സംഭവം എന്നാണ്. ഒന്നുമല്ല, ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നെക്കാളും അനുഭവ സമ്പത്തുള്ള വളരെയധികം ആൾക്കാരുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് കുറേ പഠിക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ എനിക്ക് 2-3 വീഡിയോ തമിഴ്നാട്ടിലെ ഒരു സഹോദരി അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ വാട്സാപ്പിൽ അയച്ചതുകൊണ്ട് അത് ഈ യൂട്യൂബിൽ എങ്ങനെ അപ്ലോഡ് ചെയ്യണമെന്നറിയില്ല. അതൊന്ന് ടെക്നിക്കൽ നോക്കിയിട്ട് അത് ചെയ്യാം. അതുകൂടാണ്ട് ഈ തിരക്കുമായിരുന്നു. ഇപ്പോൾ ആൾക്കാരെ വിളിക്കണ ഇതിലാണ്. ഇപ്പോൾ എയറോപ്ലെയിൻ മോഡിലിട്ടിട്ടാണ് ഞാനിത് റെക്കോർഡ് ചെയ്യണത്. അപ്പോൾ ദയവ് ചെയ്തിട്ട് ഞാൻ കോണ്ടാക്റ്റ് ചെയ്ത നമ്പറിൽ മാത്രം മെസ്സേജ് അയയ്ക്കുക. എന്നിട്ട് ഒറ്റ മിസ് കോൾ കേട്ടോ, അതിൽ കൂടുതൽ വിളിക്കരുത് പ്ലീസ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ സൈലൻറ്റ് മോഡിലാണ് വെക്കുന്നത്. മിക്ക സമയത്തും ചിലർ വിളിച്ചില്ല, കോണ്ടാക്റ്റ് ചെയ്തില്ല എന്ന് വിചാരിക്കാതെ ചിലപ്പോൾ നിങ്ങളുടെ മെസ്സേജ് കണ്ടു കാണും. അത് കഴിഞ്ഞിട്ട് ഞാൻ മെഡിറ്റേഷൻ എടുത്ത് എനിക്ക് സൂചന കിട്ടുമ്പോൾ ഞാൻ വിളിക്കുകയാണ്. ഇപ്പോൾ ജാതകം കഴിക്കണമെന്ന് പറഞ്ഞ് തന്നവരുടെ അത് ആ സീനിയോറിറ്റി വെച്ച് ഞാൻ ചെയ്യുന്നുണ്ട്. അത് വേറെ കാര്യം, അത് ചെയ്തിരിക്കും. ജാതകം കണിച്ച് ആ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ജാതകം കണിക്കുമ്പോൾ ഈ ജാതകം എഴുതുന്ന ആൾക്കാർക്ക് എല്ലാവരും എൻ്റെ ഗുരു പറഞ്ഞു തന്നൊരു കാര്യം, ആ ജാതകം ഗണിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഗ്രന്ഥങ്ങൾ, പല ഗ്രന്ഥങ്ങളുണ്ട്, അത് പറഞ്ഞനുസരിച്ചതാണ് ഗണിക്കുന്നതെങ്കിൽ ഇപ്പോൾ കമ്പ്യൂട്ടർ ജാതകം കറക്റ്റായിരിക്കും, കമ്പ്യൂട്ടർ ജാതകത്തിലെ പ്രവചനങ്ങൾ കറക്റ്റായിരിക്കും. അല്ലാത്തത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദൈവജ്ഞൻ എന്നാണ് ജ്യോതിഷൻ ഇത് ചെയ്യുന്നവരെ പറയുന്നത്. ദൈവജ്ഞൻ, ദൈവഹിതം അറിഞ്ഞ് പ്രവർത്തിക്കുന്നവരെന്നാണ് ഈ ജ്യോതിഷന്മാർ. അപ്പോൾ ഞാൻ അതല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാനത് അത്രയ്ക്കും പഠിച്ചിട്ടില്ല. എൻ്റെ ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ ചില കാര്യങ്ങൾ നിയോഗമുള്ളതിൽ മാത്രമാണ് എനിക്ക് കിട്ടുന്നത്. എല്ലാ കാര്യവും കിട്ടുന്നില്ല, അതും കൂടി മനസ്സിലാക്കുക. എല്ലാത്തിനും എൻ്റെ അടുത്ത് പരിഹാരമുണ്ടെന്ന് ദയവ് ചെയ്ത് ആരും വിചാരിക്കരുത്. അപ്പോൾ വേറെ ആരെങ്കിലും നല്ല ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക. ഇതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ജാതകം ഗണിക്കാനിരിക്കുന്ന സമയം, ഇവർ ടൈം കൊടുത്ത സമയം എല്ലാം വെച്ച് നിമിത്തമായിട്ട് വെച്ച് ജാതകം ഗണിച്ച് അതിൽ ഫലങ്ങൾ എഴുതുകയാണ്. അത് ഒരു പ്രവചന സ്വഭാവമുള്ള ഫലമാണ്. കമ്പ്യൂട്ടർ ജാതകവും വേറൊരു ജ്യോതിഷനും എഴുതുന്ന അദ്ദേഹത്തിൻ്റെ ഉപാസനയുടെ ബലത്തിലാണ് ജാതകം എഴുതുന്നത്. അപ്പോൾ കഴിയാവുന്നതും അങ്ങനെ ഉപാസനാ ബലമുള്ളവർ ഇന്നത്തെ കാലത്ത് ആരൊക്കെ എഴുതുന്നുണ്ടെന്ന് അറിയില്ല. ഞാൻ എഴുതാറില്ല കേട്ടോ, അത് ഞാൻ പറയാം. ഞാനാകെ ഒരു ജാതകമേ മറ്റേ എഴുതിയിട്ടുള്ളൂ. അതെൻ്റെ അനന്തരവളുടെയാണെന്നാണ് തോന്നുന്നത്. എൻ്റെ അനന്തരവളുടെ ജാതകം മാത്രമാണ് ഞാൻ എഴുതിയത്. അതിനകത്ത് ആ സമയത്ത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഗ്രഹനില ഗണിച്ച് കാണും, ജാതകം എഴുതിയതാണ് ഞാൻ പറയണത്. അത് എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് സഹോദരി ആയതുകൊണ്ട് അവളോട് പല കാര്യങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രിക്കോഷൻ എന്തൊക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതായിട്ടാണ് എനിക്ക് ഓർമ്മ. കാര്യം 30 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്, വേറെ എഴുതിയിട്ടില്ല. ഇപ്പോഴാണെങ്കിലും കമ്പ്യൂട്ടറിലാണ് ഗണിക്കുന്നത്. ഇപ്പോൾ രണ്ട് സോഫ്റ്റ്വെയർ ഉണ്ട്. അതിൽ അല്പം നല്ല സോഫ്റ്റ്വെയർ എന്ന് തോന്നിയിട്ട് ശ്രീ മിത്രാജ്ഞൻ സാർ അദ്ദേഹം റെക്കമെൻഡ് ചെയ്ത ആ സോഫ്റ്റ്വെയറിലാണ് ഞാനിപ്പോൾ ഗണിച്ച് നൽകുന്നത്. അത് ജസ്റ്റ് കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ആർക്കെങ്കിലും ഗണിച്ച് നൽകിയാൽ അതിലെ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം എടുക്കുക. നമ്മൾ എന്ത് സ്വീകരിക്കുന്നു എന്നുള്ളത് വെച്ചാണ് ഫലങ്ങൾ കേട്ടോ. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും അതിൽ ആവശ്യമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ എഴുതിയാൽ അതിനെക്കുറിച്ച് ചിന്തിക്കുക. നമ്മളിപ്പോൾ റോട്ടിൽ കൂടി ഒരു സ്കൂട്ടർ ഓടിക്കുന്നുണ്ടല്ലേ, ഈ സ്കൂട്ടർ ഓടിക്കുമ്പോൾ റോട്ടിൽ ഗട്ടർ കാണും, അല്ലെങ്കിൽ അങ്ങനത്തെ പല ഇത് കാണും. നമ്മൾ ഗട്ടറിൽ കൂടി ഓടിക്കുമോ നല്ല വഴി കൂടി സ്കൂട്ടർ ഓടിക്കുമോ? ആലോചിച്ച് നോക്കുക. നമ്മളെപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ ചിന്തിക്കുക. അതിൽ തന്നെ ദൈവഹിതമുണ്ട്, അത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ, പിന്നെ പലരും കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ദക്ഷിണ അയക്കുന്ന പലരും നമ്പർ എഴുതുന്നില്ല. ദയവ് ചെയ്ത് നമ്പർ ഇടുക. ഇനി മുതൽ നമ്പർ ഇല്ലാണ്ടൊരു ദക്ഷിണ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അവരുടെ ഫോൺ നമ്പരെങ്കിലും ഇല്ലാണ്ട് ദക്ഷിണ വന്നു കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കരമായിട്ട് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കും. ഞാൻ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ചെയ്യുന്നൊരു കാര്യമല്ല ഇത്, മനസ്സിലാക്കുക. പിന്നെ ജാതകം കഴിക്കാൻ ദക്ഷിണ വാങ്ങിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇത് ചെയ്യുകയാണ്. ദയവ് ചെയ്ത് അതിനകത്ത് നമ്പരില്ലാത്ത ശേഷം ആ സമയത്ത് തന്നെ ഞാനത് തിരിച്ചയക്കും. എന്നിട്ട് ബ്ലോക്ക് ചെയ്യുക എനിക്ക് നിവൃത്തിയുള്ളൂ. കാര്യം അത്രയും ആൾക്കാർ കോൺടാക്റ്റ് ചെയ്തവരുടെ എനിക്ക് മറുപടി പറയാനുണ്ട്. പ്ലീസ് ദയവ് ചെയ്ത് സഹകരിക്കുക. അതുപോലെ തന്നെ വാട്സാപ്പിൽ
പല ആൾക്കാർ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഈ കോൺടാക്ട് ചെയ്യുന്ന ആൾ, പേര്, അദ്ദേഹത്തിൻ്റെ നാള്, സ്ഥലം എവിടെയാണെന്ന് ദയവ് ചെയ്ത് ടെക്സ്റ്റ് മെസ്സേജ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ പറയുക. ചിലർ മക്കളുടെ കാര്യത്തിനൊക്കെയാണ് കോൺടാക്ട് ചെയ്യണത് അമ്മയും അച്ഛനായിരിക്കും. അമ്മയും അച്ഛൻ്റെ എനർജി മനസ്സിലാക്കിയിട്ട് വേണം മക്കൾക്ക് പരിഹാരം പറയാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഒരു പരിമിതമായ അറിവുകൾ മാത്രമുള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ആണ് ചോദിക്കുന്നത്. എനിക്ക് ഇൻഡ്യൂഷൻ കിട്ടണമെങ്കിൽ അത് എൻ്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് വേണം. എൻ്റെ ഗുരു പറഞ്ഞതനുസരിച്ച് കുറച്ച് കാര്യങ്ങൾ വേണം. ഞാൻ ഇതിൽ അത്ര പ്രഗത്ഭനമല്ല, ദയവ് ചെയ്ത് മനസ്സിലാക്കുക. എന്നെക്കാളും നന്നായിട്ട് ജാതകം നോക്കുന്ന ജ്യോതിഷ പണ്ഡിതന്മാരുണ്ട്. അബാക് മീഡിയയിൽ തന്നെ വന്നിട്ടുണ്ട്. ദയവ് ചെയ്ത് അവരെ കോൺടാക്റ്റ് ചെയ്യൂ. ഇനി പറയാൻ പോണ വിഷയം ഇന്ന് അബാക് മീഡിയയിൽ വന്നത്, ഞാനിത് പറയാനായിട്ട് എഴുതി വെച്ചൊരു കാര്യമാണ്. അബാക് മീഡിയയിൽ ഇന്നത് പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് മാജിക്കിനെ കുറിച്ചാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പല ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ സ്വാർത്ഥലാഭത്തിന് ചെയ്യുന്ന ആ വീഡിയോയിൽ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്ക് മാജിക് ഉള്ളവർ ഒരു കാരണവശാലും നിങ്ങൾക്ക് ശത്രു ഉണ്ടെന്ന് നിങ്ങൾ അംഗീകരിക്കാണ്ടിരിക്കുക. എപ്പോഴും മനസ്സിലാക്കുക, നിങ്ങൾ അംഗീകരിക്കരുത്. നിങ്ങൾക്ക് ആരും ശത്രുവില്ല. നമ്മൾ ആരെയും ശത്രുവായിട്ട് കാണുന്നില്ല, നമ്മളെല്ലാവരെയും മിത്രമായിട്ട് കാണുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് പറയും നിന്നെപ്പോലെ നിൻ്റെ അയൽവക്കക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ പോലെ ആ ഒരു മനോഭാവം കൊണ്ടുവരിക. അമ്പലത്തിൽ ചെന്നിട്ട് ഒരിക്കലും ശത്രു സംഹാര പുഷ്പാഞ്ജലി ചെയ്യരുത്. അപ്പോൾ ശത്രു ഉണ്ടെന്ന് നമ്മൾ അംഗീകരിക്കുകയാണ്. അവിടെ തന്നെ ആദ്യത്തെ ഫാൾട്ട് വരും. മനസ്സിലായോ? അപ്പോൾ നമുക്കെല്ലാവരും മിത്രങ്ങളാണ്. അവർ ചിലപ്പോൾ നമ്മളെ ഇതായിട്ട്, പക്ഷേ അപ്പോൾ നമ്മുടെ ഭാഗത്ത് ന്യായം വേണം. അന്യൻ്റെ നമ്മുടെ വേലി അങ്ങോട്ട് ഓരോ ദിവസവും ഓരോ പത്തിൽ അല്ലെങ്കിൽ ഓരോ ആഴ്ച അങ്ങോട്ട് മാന്തി പോകുന്നത് അതൊക്കെ കാർമ്മികം വാങ്ങിച്ച് വെക്കും. ചെറിയ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി ചെയ്യാണ്ടിരിക്കുക. അന്യൻ്റെ ഒരു കാര്യവും മോഹിക്കാണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അത് ചെയ്ത് ശത്രുത വാങ്ങിച്ചാൽ ഒന്നുമില്ല. നമ്മുടെ ഭാഗത്ത് കംപ്ലീറ്റ് ന്യായം ഉണ്ടായിരിക്കണം. ഈശ്വരൻ്റെ മുമ്പിൽ, ഈശ്വരൻ്റെ സവിധത്തിൽ അത് നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടായിരിക്കണം. നമ്മൾ ഈ കേസിൽ പോയിട്ട് പല ഇതും ഫയൽ ചെയ്ത് പല തെളിവുകളും ഹാജരാക്കുന്ന പോലെയല്ല ഈശ്വരൻ്റെ ഇത്. അത് അവിടെ ഏറ്റവും വലിയൊരു CCTV വെച്ചിട്ടുണ്ട്. യു ആർ അണ്ടർ CCTV സർവൈലൻസ് എന്ന് നമ്മളെപ്പോഴും മനസ്സിലാക്കാം. നമ്മുടെ മനസ്സ്, ചിന്ത, പ്രവൃത്തി ഇത് ഈശ്വരൻ എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിൽ പോയി നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, ദയവ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്കാരും ശത്രുക്കളില്ല. പിന്നെ അങ്ങനെയുണ്ട്, എന്തോ ഒക്കെ ഒരു പോസിറ്റീവ് അല്ലാത്ത കാര്യങ്ങളുണ്ടെന്ന് വിചാരിക്കുന്നവർ നമ്മുടെ തട്ടകത്തിലുള്ള ഏതെങ്കിലും ദേവീക്ഷേത്രം, പ്രത്യേകിച്ച് വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ ഉള്ളതാണെങ്കിൽ അതിന് എനർജി കൂടുതലാണ് ആ ദേവിക്ക്. ഇല്ലെങ്കിലും കിഴക്കോട്ടാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ വാരനാട് ദേവീക്ഷേത്രം കിഴക്കോട്ടാണ് ദർശനം. അത് കിഴക്ക് ജലാശയമാണ്, പവർഫുൾ ദേവിയാണ് വാരനാട് ദേവി ചേർത്തലയിൽ. അപ്പോൾ ഈ ക്ഷേത്രങ്ങളിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഗുരുതി ഉണ്ടാക്കും. ഗുരുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞപ്പൊടി, ചുണ്ണാമ്പ്, കരിക്കും വെള്ളം, ഈ 3 കാര്യം വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത് കേട്ടോ. ചിലയിടത്ത് വെള്ളം യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ കരിക്കും വെള്ളം വേണം. കാര്യം തവളം ഉള്ളാത്ത വെള്ളം വേണമെന്നാണ് എൻ്റെ ഗുരു പറഞ്ഞിട്ടുള്ള അറിവാണ്. അപ്പോൾ നമ്മളൊരു കരിക്കെങ്കിലും അവിടെ കൊണ്ടുപോവുക. കഴിയുന്നത് നമുക്ക് തെങ്ങുണ്ടെങ്കിൽ അതിലെ കരിക്ക് എടുക്കുക. ഇല്ലാത്ത പക്ഷം നമ്മൾക്ക് തെങ്ങില്ലെങ്കിൽ നമ്മൾ ഒരു കരിക്ക് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം ഇതുമായിട്ട് അമ്പലത്തിൽ പോവുക. എന്നിട്ട് ഇത് അവിടെ ഗുരുതിയുടെ സമയത്ത് യൂസ് ചെയ്യാനായിട്ട് അവിടെ കൊടുക്കുക. പണ്ട് തൈക്കാഴ്ശ്ശേരി അമ്പലത്തിലൊക്കെ, ചേർത്തല പള്ളിപ്പുറം, ഞാൻ പള്ളിപ്പുറത്താണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പള്ളിപ്പുറം തൈക്കാഴ്ശ്ശേരി അമ്പലത്തിൽ ഗുരുതി ഇത് നടത്തുന്നതാണ്. അപ്പോൾ അവിടെ ഗുരു ഇങ്ങനെ പറഞ്ഞു തന്ന് കരിക്ക് കൊണ്ടുപോയി, അതൊക്കെ ഓർമ്മയുണ്ട്. ഈ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ അവിടെ കരിക്ക് വെട്ടി ആ കുട്ടകത്തിൽ ഇട്ടിട്ടാണ് ഗുരുതി ഉണ്ടാക്കണം. എന്നിട്ട് ഈ ഗുരുതി ആ അമ്പലങ്ങളിൽ കിട്ടുക. അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നൊന്നും നിങ്ങൾ നോക്കരുത് കേട്ടോ, ദയവ് ചെയ്ത്. നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അത് ഉണ്ടാക്കുന്നവർ അത് വിധിപ്രകാരമല്ല ഉണ്ടാക്കുന്നതെങ്കിൽ അവരതിൻ്റെ കാർമ്മികം വാങ്ങിച്ച് വെക്കുന്നു. അത് മാത്രമേ വിചാരിച്ചാൽ മതി. അതും നമ്മൾ വിചാരിക്കേണ്ട. ഞാൻ ഒരു ഇതിനു വേണ്ടി പറയുകയാണ്. ഉണ്ടാക്കുന്നവരാരെങ്കിലും കേൾക്കുകയാണെങ്കിൽ അതിനു വേണ്ടി പറയുകയാണ്. ശരിക്കും ഉണ്ടാക്കേണ്ട വിധി ഇതാണ് എൻ്റെ ഗുരു പറഞ്ഞു തന്നത്. ഒരു പക്ഷേ വേറെ ഉണ്ടാകാം. എൻ്റെ ഗുരു പറഞ്ഞു തന്ന കാര്യങ്ങളിൽ മാത്രം ചലിക്കുന്നതുകൊണ്ട് ഞാനത് പറയുകയാണ്. ഗുരു പറഞ്ഞു തന്നത് ഇതാണ്. ഏത് ബുക്കാണ് ഗ്രന്ഥമാണെന്നൊന്നും എന്നോട് ചോദിക്കരുത്. അപ്പോൾ ഈ ഗുരുതി വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കഴിയുമെങ്കിൽ എല്ലായിടത്തും തളിക്കുക. എന്നിട്ട് ഇത് വീട്ടിൽ പൂജാമുറിയിൽ ഇത് വെക്കുക. കഴിയുന്നതും ഇത് വെക്കുന്നത് സ്റ്റീൽ പാത്രങ്ങളിൽ വെക്കുക. സ്റ്റീൽ പാത്രത്തെക്കാളും നല്ലത്, ഏറ്റവും നല്ല കുപ്പി ഗ്ലാസ്സിലാണ് കേട്ടോ. പക്ഷേ അമ്പലത്തിൽ നിന്ന് കുപ്പി ഗ്ലാസ്സിൽ കൊണ്ടുവരാൻ പറ്റുക. അപ്പോൾ തിരുമേനി പറയാറ്, ഒരു കരിക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്ന കരിക്കിൽ ഇത് നിറച്ച് കൊണ്ടുവരിക. മനസ്സിലായേ? കരിക്കിൽ നിറച്ച് കൊണ്ടുവരിക.
കരിക്കിൽ നിറച്ച് അത് അടച്ചിട്ടൊക്കെ കൊണ്ടുവരാൻ ചിലപ്പോൾ തുളുമ്പിപ്പോകും. അപ്പോൾ പാത്രത്തിലാക്കുക. എന്നിട്ട് ഇത് തളിച്ചിട്ട് തിരുമേനി പറഞ്ഞ ഒരു വിധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറമ്പിൻ്റെ ഇപ്പോൾ വീടിൻ്റെ മുൻവശത്ത് എവിടെയെങ്കിലും ഒരു 2 അടി താഴ്ചയിൽ കുഴി കുഴിച്ചിട്ട് ഈ കരിക്ക് അവിടെ കുഴിച്ചിടുക. അതൊരു പ്രൊട്ടക്ഷനാണ്. അപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ചെറിയ വീട് ചെറിയ പറമ്പുള്ളവർക്കൊന്നും ഇത് പ്രാക്ടിക്കലല്ല. അപ്പോൾ ഗുരുതി നിങ്ങൾ ആഴ്ച 2 ദിവസം അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ ഇത് അവിടെ. അപ്പോൾ ഗുരുതി വഴിപാട് ചീട്ടാക്കണം കേട്ടോ. ഗുരുതി വഴിപാട്, ഗുരുതി പുഷ്പാഞ്ജലി, രക്തപുഷ്പാഞ്ജലി എന്ന് പറഞ്ഞുകൊണ്ട് രക്തപുഷ്പാഞ്ജലിയും ഗുരുതി വഴിപാടും ചീട്ടാക്കണം നിങ്ങളുടെ തന്നെ പേരിൽ. ശത്രുവിനെക്കുറിച്ച് ആലോചിക്കരുത്, നമ്മളെക്കുറിച്ച് ആലോചിക്കുക. അതൊന്ന്. 2, വീടിന് വേണ്ടി സഹായം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബാങ്കുകാർ സാധാരണ ലോൺകാരെയാണ് തപ്പിപ്പോണത്. ലോൺ വാങ്ങിച്ചിട്ട് അടയ്ക്കാൻ പറ്റിയില്ല എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ആൾക്കാർ കുറേ പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ചിലരുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് എനിക്കിതിൽ പറയാനുള്ളത്, ഒരിക്കലും കടത്തെക്കുറിച്ച് വിചാരിക്കാണ്ടിരിക്കുക. നിങ്ങൾക്ക് ഒരു സമയത്ത് വീട് വയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടി നിന്നപ്പോൾ ബാങ്കുകൾ സഹായിച്ചതാണ്. അത് നാട്ടുകാരുടെ പണമാണ്. അപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 2: 1 ശത്രു, ബ്ലാക്ക് മാജിക്ക്; 2 ഈ സഹായം. ഇതിന് നിങ്ങൾ നമ്മുടെ പ്രാർത്ഥനാരീതി മാറ്റുക. അതിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ദൈവത്തിനോട് നമ്മുടെ എന്താണ് പ്രാർത്ഥനകൾ അത് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയണത് അമ്മ, അച്ഛൻ. അപ്പോൾ സാധാരണ ഞാൻ ചൊല്ലണത് പറയുകയാണ് കേട്ടോ. ഓം മാതൃഭ്യോ നമോ, പിതൃഭ്യോ നമോ, ഗുരുഭ്യോ നമോ, ആചാര്യേഭ്യോ നമോ, ഓം ഇഷ്ടദേവതാഭ്യോ നമോ, കുലദേവതാഭ്യോ നമോ, ഗ്രാമദേവതാഭ്യോ നമോ, ഓം സർവേഭ്യോ ദേവേഭ്യോ നമോ, ഓം സർവേഭ്യോ ബ്രാഹ്മണേഭ്യോ നമോ. ഇനി ബ്രാഹ്മണിക്കൽ ഹെജിമണിയാണെങ്കിൽ ദയവ് ചെയ്ത് ആരും ചൊല്ലണ്ട കേട്ടാ. ഈ ബ്രാഹ്മണൻ എന്ന് പറയുന്ന വേറെയാ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് ബ്രഹ്മജ്ഞാനമുള്ളവൻ, ഞാനും നീയും വേറെയല്ല എന്ന് മനസ്സിലാക്കുന്ന ആളാണ് ബ്രാഹ്മണൻ. എന്നെപ്പോലെ ജാതി ബ്രാഹ്മണന്മാരല്ല. കൊങ്ങിണി GSB സമുദായം അത് ബ്രാഹ്മണൻ പൂണൂലിട്ടിട്ടുണ്ട് ഞങ്ങളുടെ ഷോഡ സംസ്കാരങ്ങൾ. പക്ഷേ അത് ബ്രാഹ്മണധർമ്മം പൂർണ്ണമാകുന്നില്ല. ബ്രാഹ്മണൻ എന്ന് പറയാം. ഓക്കെ, ബ്രഹ്മജ്ഞാനം വേണം. ശരിക്കും ബ്രാഹ്മണൻ വേദങ്ങൾ പറയുന്ന ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ബ്രഹ്മജ്ഞാനമാണ്. ക്ഷത്രിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന് വേണ്ടി, സ്വന്തം നാടിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവരാണ്. വൈശ്യരെന്ന് പറഞ്ഞാൽ ധർമ്മപരമായിട്ട് വ്യാപാരം നടത്തുന്നവരാണ് വൈശ്യർ. ഇവരെ എല്ലാം സഹായിക്കുന്ന വിഭാഗമാണ് ശൂദ്രരെന്ന് പറയുന്നത്. കാര്യം ശൂദ്രരുടെ സഹായമില്ലാണ്ട് ഒരു രീതിയും ബ്രാഹ്മണനും വർക്ക് ചെയ്യാൻ പറ്റുകയില്ല, ക്ഷത്രിയനും വർക്ക് ചെയ്യാൻ പറ്റില്ല, വൈശ്യനും വർക്ക് ചെയ്യാൻ പറ്റുകയാണ്. ഇതാണ് സത്യം. അത് വേറൊരു വിഷയം. അത് പിന്നെ ഇത് ചെയ്യാം. അപ്പോൾ ഇത്രയും ഓം മാതൃഭ്യോ നമോ, പിതൃഭ്യോ നമോ, ഗുരുഭ്യോ നമോ, ആചാര്യേഭ്യോ നമോ, ഇഷ്ടദേവതാഭ്യോ നമോ, കുലദേവതാഭ്യോ നമോ, ഓ ഗ്രാമദേവതാഭ്യോ നമോ, സർവേഭ്യോ ദേവേഭ്യോ നമോ, സർവേഭ്യോ ബ്രാഹ്മണേഭ്യോ നമോ. എന്നിട്ട് ഞാൻ എല്ലാവരെയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പോലെ എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു, എല്ലാവരുടെയും സ്നേഹം എനിക്ക് കിട്ടുന്നു. അതുപോലെ എൻ്റെ ആവശ്യത്തിന് ഞാൻ സഹായധനങ്ങൾ പലരിൽ നിന്ന് വാങ്ങിയത് എനിക്ക് തിരിച്ചു കൊടുക്കുവാനായിട്ട് ഈ ദൈവീക ശക്തി, ഈ പറഞ്ഞ ഈ ദൈവിക ശക്തികളുടെ അനുഗ്രഹത്താൽ എനിക്ക് യഥാസമയം അത് തിരിച്ചു നൽകുവാനായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ട് സങ്കല്പം ചെയ്യുക. ഇത് സങ്കല്പം ചെയ്യുക, മനസ്സിലായേ? കടം തിരിച്ചു കൊടുക്കണമെന്ന് പറയരുത്, ശത്രുവിനിട്ട് പണി കൊടുക്കണമെന്നൊന്നും പറയരുത്. നമുക്ക് ശത്രുവില്ല, നമുക്ക് കടവും ഇല്ല. എപ്പോഴും മനസ്സിലാക്കുക, നമുക്ക് മിത്രങ്ങളാണ്, നമുക്ക് സഹായം തന്നവരാണ്. സഹായം തന്നവർക്ക് തിരിച്ചു കൊടുക്കാണ്ട് ഈ ശരീരം വിടേണ്ടി വന്നു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം എവിടെ ചെല്ലും എന്നറിയുക. നമ്മുടെ ഈ ജീവിതം എന്താണ് പ്രൊമോഷനുള്ളതാണ്. പ്രൊമോഷൻ എവിടെ? വിഷ്ണുപാദത്തിലേക്ക്, അല്ലെങ്കിൽ ശിവപാദത്തിലേക്ക്, അല്ലെങ്കിൽ ദേവീപാദത്തിലേക്ക്, ഏതിലാണോ വിശ്വസിക്കുന്നത് അതിലേക്ക്. ആ പാദത്തിലേക്കുള്ള യാത്രയാണ്. ഈ ശരീരം സ്വന്തമല്ല. ഇത് അതിൻ്റെ ടൈം കഴിയുമ്പോൾ വിട്ടു നൽകണം. ചില സമയത്ത് നല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയാൽ അവർ കുറച്ച് മാസങ്ങളോ ആഴ്ചകളോ ഒക്കെ നീട്ടി നൽകും. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ എൻ്റെ വാക്കുകൾ കേൾക്കുന്ന വിശുദ്ധി ചക്രയിൽ നിന്ന് വരുന്ന സംസാരം ഒരു ഊർജ്ജമാണ്. എപ്പോഴും മനസ്സിലാക്കുക, വിശുദ്ധി ചക്രയുടെ പ്രതീകം ആകാശ തത്വമാണ്. നമ്മൾ സംസാരിക്കുന്നത് ഊർജ്ജമാണ്. അതാണ് മന്ത്രങ്ങളുടെ ശക്തി. അതേ ഒരു ഊർജ്ജം, അതേ ഒരു മെഡിറ്റേഷനിൽ ഇരുന്നിട്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു സത്സംഗമായിട്ട് കാണുകയും ഇതിൽ പറയുന്ന ഓരോ വാചകങ്ങളും, നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഓരോ വാചകങ്ങളും ഓരോരുത്തരുടെയും ജീവിതത്തിൽ പോസിറ്റീവായിട്ട് മാറാനും, അപ്പോൾ ഈ സത്സംഗത്തിൽ പങ്കുകൊണ്ട നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതം, നിങ്ങളുടെ ചിന്തകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ പ്രവൃത്തികൾ എല്ലാം പോസിറ്റീവാകാനും, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നന്മകളുണ്ടാകുന്നത്, എല്ലാത്തിനും, പ്രകൃതിക്കും, പഞ്ചഭൂതങ്ങൾക്കും, നവഗ്രഹങ്ങൾക്കും, ഈ പ്രകൃതിക്കും കംപ്ലീറ്റ് നന്മകളുണ്ടാകുന്ന പ്രവർത്തനവും ചിന്തയുമാണ് പോസിറ്റീവ്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നമ്മുടെ ജീവിതം മാറട്ടെ എന്ന്
എൻ്റെ ഇഷ്ടദേവതകൾ, കുലദേവതകൾ, ഗ്രാമദേവതകൾ, ഗുരുപരമ്പരകൾ, പിതൃക്കന്മാർ, വിശിഷ്യ പ്രപഞ്ചശക്തിയുടെ ഗുരുപരമ്പര മഹാവതാർ ബാബാജി, അതുപോലെ മഹാഗുരുക്കന്മാരോട് പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ.